السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലാഹു തീർത്തു തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട അസ്മാഉൽ ഹുസ്ന, ഇതിൻ്റെ പവിത്രതകളും ഇതിൻ്റെ ഓരോന്നിൻ്റെ മഹത്വങ്ങളും ഞാൻ പല നിലക്കും പല വീഡിയോസുകളിലൂടെയും പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ അതിൻ്റെ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഷൈഖ് സ്വാലിഹുൽ ജഅഫരി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം, അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമങ്ങളിൽ ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളും മഹത്വങ്ങളുമുണ്ട്. ഏത് നാമമാണോ കൂടുതലായി ഒരാൾ പതിവാക്കുന്നത് അതിൻ്റെ സ്വാധീനം അവനിൽ കാണുക തന്നെ ചെയ്യും എന്ന് മഹാനവർകൾ സ്വാലിഹുൽ ജഅഫരി തങ്ങൾ പറയാം. അസ്മാഉൽ ഹുസ്ന അത് പതിവാക്കുന്നത് ഏത് നാമമാണോ, അതിന് ഏത് ഉദ്ദേശമാണോ മനസ്സിൽ വെച്ചുകൊണ്ട് ആ നാമം അതിൻ്റേതായ ഫലം, അതിൻ്റെ ഗുണം അവനിൽ കാണുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും ഇല്ല. എന്നാൽ ഒരൊറ്റ ഒരു നാമമാകുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും പ്രതിഫലമുള്ള, വലിയ മഹത്വമേറിയ ഒരു നാമമാണ് യാ ബാഖി. എന്നെന്നും ശേഷിക്കുന്നവൻ, നിലനിൽക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ യാ ബാഖി എന്ന ഇസ്മ, അത് യാ ബാഖി യാ അല്ലാഹ് എന്ന് പറഞ്ഞാലും അള്ളാഹുവിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞാലും പ്രശ്നമില്ല. യാ ബാഖി എന്ന ഇസ്മ ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഇസ്മ 100 തവണ ഈ ഇസ്മ യാ ബാഖി യാ അല്ലാഹ് അല്ലെങ്കിൽ യാ ബാഖി എന്ന് ഒരു ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട്, വേറെ സമയത്തെടുത്ത് പോകാൻ പാടില്ല, അവിടെ ഇരുന്ന് അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ 100 തവണ ഈ ഇസ്മ ചൊന്നാൽ, ഈ ഇസ്മ പറഞ്ഞാൽ, ഈ ഇസ്മ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് അവന് പ്രാർത്ഥിക്കണം. അവൻ്റെ ഉദ്ദേശം എന്താണോ അത് പറഞ്ഞുകൊണ്ട് അവന് പ്രാർത്ഥിച്ചാൽ അവൻ്റെ വിഷമങ്ങൾ മാറാൻ, അവൻ്റെ രോഗങ്ങൾ സുഖപ്പെടാൻ, ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ, വിപത്തുകളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കെ കാരണമായി തീരും. ഈ ഇസ്മ വലിയ മഹത്വമുള്ള ഇസ്മാണ്, വലിയ പവറുള്ള ഇസ്മാണ്. അള്ളാഹു അത് നമുക്ക് ദുആ ചെയ്യാനും അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.